പലർക്കും ഇപ്പോഴുള്ളൊരു ഡൗട്ടാണ്. അതായത് നമുക്കിനി ജൂൺ 2026 എക്സാമിലേക്ക് ഇപ്പോൾ 5 months എന്താ പറയുക, അത്രയും ഡ്യൂറേഷൻ ഉണ്ട്. പക്ഷേ ഇന്നലെ ഒരു വെബിനാറൊക്കെ കണ്ടക്ട് ചെയ്ത സമയത്ത് സ്റ്റുഡൻസ് ചോദിച്ചത് ഈ സമയം കൊണ്ട് പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളതാണ്. അവിടെയാണ് ഒരു 1 month കൊണ്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടാവും. അപ്പം അതെങ്ങനെയായിരുന്നു ഈ ഒരു 1 month കൊണ്ട് ആ ഒരു റുട്ടീൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എസ്പെഷ്യലി നമ്മുടെ അറബിക് പോലുള്ള സബ്ജക്ട്സിൽ കട്ട് ഓഫ് നല്ല കൂടുതലാണ്. അപ്പോൾ അത് നമ്മുടെ കൂടെ തന്നെ പഠിച്ച ഒരുപാട് പേർക്ക് ആ ഒരു JRFൻ്റെ കട്ട് ഓഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ആദ്യം നമുക്ക് പേപ്പർ 2 പറയാം, പിന്നെ നമുക്ക് പേപ്പർ 1 ഫോക്കസ് ചെയ്യാൻ തോന്നും. ഓക്കെ, പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്താൽ മാത്രമേ JRFൻ്റെ കട്ട് ഓഫിലേക്ക് ഏത് വിഷയത്തിലായാലും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് അറബിക്കൊക്കെ നല്ല ഉയർന്ന കട്ട് ഓഫ് വരുന്ന വിഷയമാണ്. എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാൻ ലേറ്റായിട്ട് ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെ എനിക്കിത് കംപ്ലീറ്റ് ചെയ്തിട്ട് സിലബസ് കവർ ചെയ്ത് തീർക്കാനുള്ള ഒരു കൃത്യമായ ഒരു പ്ലാൻ ഞാൻ ഉണ്ടാക്കിയിരുന്നു. എഫറിൽ തന്നെ ഓൾറെഡി അങ്ങനെ ഒരു പ്ലാനിങ് നമുക്കൊരു 50 days പ്ലാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ സമയം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ടാർഗറ്റായിരുന്നു. ഞാൻ എഫറിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഞാൻ മുമ്പ് നെറ്റ് കോച്ചിങ് എടുത്ത സമയത്ത് ഞാൻ നെറ്റ് ക്ലിയർ ചെയ്ത സമയത്ത് വേറെ കോച്ചിങ് സെൻറ്ററിൽ അല്ലെങ്കിൽ വേറെ ഒരു മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും നല്ല ക്വാളിറ്റി ക്ലാസ്സുകളൊക്കെ തന്നെയാണ് കിട്ടിയത്. പക്ഷേ അതും എഫറും തമ്മിൽ വന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡാണ്. നമുക്കിങ്ങനെ ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ഹലോ എവരിവൺ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും UGC നെറ്റ് എക്സാം റിസൾട്ട്സ് വന്നപ്പോൾ കേരളത്തിൽ ഒന്നാമതെത്താൻ സാധിച്ചതിൽ ഐഫറിന് ഒരുപാട് അഭിമാനമുണ്ട്. വിജയികളെ സൃഷ്ടിക്കുക മാത്രമല്ല, ആ വിജയികളെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസിലൂടെ പബ്ലിക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഐഫർ എപ്പോഴും മുന്നിൽ നിൽക്കാറുണ്ട്. ടെസ്റ്റിമോണിയൽസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ്, റിവ്യൂസ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമ്മുടെ വിജയികളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ്. ഇത്തവണ അറബിക്കിൽ ഐഫറിൽ ടോട്ടൽ നമുക്കുള്ളത് 7 JRF ഹോൾഡേഴ്സാണ്. നെറ്റ് ഹോൾഡേഴ്സ് ആണെങ്കിൽ 51 പേരുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് JRF ഹോൾഡേഴ്സിൽ ഒരാളായിട്ടുള്ള അഷ്റഫാണ്. വെൽക്കം. സോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ പേര് അഷ്റഫ്. ഞാൻ കണ്ണൂർ ജില്ലയിലാണ് വർക്ക് ചെയ്യുന്നത്. വീട് വയനാടാണ്. വാഫി എന്ന് പറയുന്ന ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അറബിക്കിൽ PG എടുക്കുന്നത്. ബേസിക്കലി ഡിഗ്രി ഇംഗ്ലീഷിലായിരുന്നു, അതിന് ശേഷം അറബിയിലേക്ക് മാറിയതാണ്. PG കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നെറ്റ് മുമ്പൊരു തവണ എഴുതി നെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് രണ്ടാമത് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ PhD ഒക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനുവേണ്ടി അന്വേഷിച്ചപ്പോൾ 1 വർഷത്തിനുള്ളിൽ തന്നെ നെറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലേ അത് അവിടെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ 1 വർഷത്തിനുള്ളിൽ കിട്ടിയ നെറ്റ് കൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ PhD അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റൂളിങ് പുതുതായിട്ടുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. എഫറിൽ വന്നു. ലാസ്റ്റത്തെ ഒരു മാസമാണ് എനിക്ക് എഫറിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. JRF തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷം. പലർക്കും ഇപ്പോഴുള്ളൊരു ഡൗട്ടാണ്. അതായത് നമുക്കിനി ജൂൺ 2026 എക്സാമിലേക്ക് ഇപ്പോൾ 5 months എന്താ പറയുക, അത്രയും ഡ്യൂറേഷൻ ഉണ്ട്. പക്ഷേ ഇന്നലെ ഒരു വെബിനാറൊക്കെ കണ്ടക്ട് ചെയ്ത സമയത്ത് സ്റ്റുഡൻസ് ചോദിച്ചത് ഈ സമയം കൊണ്ട് പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളതാണ്. അവിടെയാണ് ഒരു 1 month കൊണ്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടാവും. അപ്പം അതെങ്ങനെയായിരുന്നു ഈ ഒരു 1 month കൊണ്ട് ആ ഒരു റുട്ടീൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എസ്പെഷ്യലി നമ്മുടെ അറബിക് പോലുള്ള സബ്ജക്ട്സിൽ കട്ട് ഓഫ് നല്ല കൂടുതലാണ്. അപ്പോൾ അത് നമ്മുടെ കൂടെ തന്നെ പഠിച്ച ഒരുപാട് പേർക്ക് ആ ഒരു JRFൻ്റെ കട്ട് ഓഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ആദ്യം നമുക്ക് പേപ്പർ 2 പറയാം, പിന്നെ നമുക്ക് പേപ്പർ 1 ഫോക്കസ് ചെയ്യാൻ തോന്നും. ഓക്കെ, പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്താൽ മാത്രമേ JRFൻ്റെ കട്ട് ഓഫിലേക്ക് ഏത് വിഷയത്തിലായാലും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് അറബിക്കൊക്കെ നല്ല ഉയർന്ന കട്ട് ഓഫ് വരുന്ന വിഷയമാണ്. എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാൻ ലേറ്റായിട്ട് ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെ എനിക്കിത് കംപ്ലീറ്റ് ചെയ്തിട്ട് സിലബസ് കവർ ചെയ്ത് തീർക്കാനുള്ള ഒരു കൃത്യമായ ഒരു പ്ലാൻ ഞാൻ ഉണ്ടാക്കിയിരുന്നു. എഫറിൽ തന്നെ ഓൾറെഡി അങ്ങനെ ഒരു പ്ലാനിങ് നമുക്കൊരു 50 days പ്ലാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ സമയം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ടാർഗറ്റായിരുന്നു. അത് ഞാൻ ചെയ്തത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കുട്ടികളുടെ പ്രിപ്പറേഷനിൽ പലപ്പോഴും വരുന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കാം. ഒരു പക്ഷേ ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ആദ്യം വീഡിയോസായിട്ടും മറ്റൊക്കെ കണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷേ
ഞാൻ ചെയ്തൊരു രീതി എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എനിക്ക് എന്തൊക്കെയാണ് ഏത് ടൈപ്പാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് ഒരു ധാരണ മുമ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് നെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നുള്ളതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ നമ്മൾ ഇപ്പോൾ എന്നോട് ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയുന്നൊരു സംഭവം, നമ്മൾ ഫസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മൊത്തം വീഡിയോസൊക്കെ കണ്ടിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പോൾ ആ വിഷയം അറിയില്ലെങ്കിൽ പോലും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആദ്യം വീഡിയോ ക്ലാസ് കേൾക്കും, അതിനുശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സെൽഫായിട്ട് അറ്റൻഡ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് തെറ്റും. ആ തെറ്റിയത് നമ്മൾ വീണ്ടും ഒന്നുകൂടി വീഡിയോ കേൾക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ കേൾക്കും, അല്ലെങ്കിൽ മെറ്റീരിയൽസ് വായിക്കും. എന്നിട്ട് വീണ്ടും അതേ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പം നമുക്കത് ക്ലിയർ ചെയ്യാം, അത് കറക്റ്റാക്കാൻ പറ്റും. അതിൻ്റെ ഒക്കെ ശേഷം ഏറ്റവും ലാസ്റ്റ് മാത്രമാണ് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസിലേക്ക് പോയിട്ടുള്ളൂ. അങ്ങനെ ചെയ്യാതെ നമ്മൾ ആദ്യം തന്നെ വീഡിയോസൊക്കെ കേട്ടിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ആൻസർ എന്താണെന്ന് അറിയാം. പക്ഷേ ആ വിഷയം ചിലപ്പോൾ നമ്മുടെ ഉള്ളിലങ്ങോട്ട് കുറച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസ് കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അത് ഞാൻ വീഡിയോ ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും കേട്ടു, മെറ്റീരിയൽസ് മാക്സിമം റീഡ് ചെയ്തു. മെറ്റീരിയൽസ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മടുപ്പുണ്ടാവും. ആ മടുപ്പ് ഒഴിവാക്കാൻ ഞാൻ ചെയ്തൊരു സംഭവം, നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഞാനിങ്ങനെ വായിക്കുന്ന സമയത്ത് വെറുതെ ഒരു ഗൂഗിൾ മീറ്റ് ലിങ്ക് ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിലിടും. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യാൻ പറയും. ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, എപ്പോഴും ഉണ്ടായിരുന്നു. ചിലരൊക്കെ ഇനിയിപ്പോൾ ഞാൻ ലിങ്ക് ഇട്ടിട്ടില്ലെങ്കിലും നമുക്ക് വായിച്ചുകൂടെ എന്ന് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടും ചോദിക്കുമായിരുന്നു. അപ്പോൾ അതൊരു മോട്ടിവേഷനാവും. നമുക്ക് ആരൊക്കെയോ നമ്മുടെ കൂടെ ഉണ്ട് എന്നുണ്ടാകുമ്പം ഒരു കമ്പൈൻ സ്റ്റഡി എന്നുള്ള ലെവലിൽ അങ്ങനെ റീഡ് ചെയ്തിട്ട് ഇത് തീർക്കാൻ മാക്സിമം എല്ലാ ഭാഗവും ഒരു തവണ എന്തായാലും വായിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യമെങ്കിലും എല്ലാം ഒന്ന് കവർ ചെയ്യണം എന്നുള്ളൊരു ടാർഗറ്റ് വെച്ചിട്ടാണ് പോയത്. ലാസ്റ്റത്തെ ഒരു മാസം മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ആ ഒരു രീതിയിൽ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഇതിൽ എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതൊരു ട്രയൽ ആൻഡ് എറർ സാധനമാണല്ലേ. അതായത് നമുക്ക് തെറ്റ് പറ്റുന്നു, അവിടെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നു എന്നുള്ളത് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു പക്ഷേ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുമ്പം നമുക്ക് ശരിയായ ഉത്തരത്തെക്കാൾ നമ്മളെ മനസ്സിൽ കുറച്ചും കൂടെ അങ്ങോട്ട് ആഴ്ന്നിറങ്ങുന്നത് തെറ്റിപ്പോയതായിരിക്കും. അതെന്തുകൊണ്ട് എന്നോട് തെറ്റിയ ആ ഭാഗം എവിടെയാണ് വന്നതെന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധയോടെ വായിച്ചിട്ട് നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്യല്ലോ. മറ്റേതെന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞതുപോലെ വീഡിയോ ക്ലാസ്സിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യം അതിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. മറ്റേതൊന്നും കൂടെ ഡീപ്പായിട്ട് നോക്കുന്നുള്ളൊരു കാര്യം അവിടെ വരുന്നുണ്ടല്ലോ. പിന്നെ പേപ്പർ 1 പൊതുവെ നമ്മളിപ്പോൾ അറബിക്ക് പഠിച്ച ഒരാൾക്ക് ഡിഗ്രി അറബിക്കല്ല എന്ന് പറഞ്ഞു, ലിറ്ററേച്ചറാണ് ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞു, ബട്ട് PG നമ്മൾ അറബിക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഏകദേശം ഏരിയാസൊക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് അതായിരിക്കും സിറ്റുവേഷൻ ഉണ്ടാവുക. PG എന്തായാലും അറബിക്കിലായിരിക്കുമല്ലോ. ഈ പേപ്പർ 1 എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുന്ന സമയത്ത് അതെങ്ങനെയായിരുന്നു? കാരണം എല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കും ഈ ഒരു മാസം കൊണ്ട് ഇത് പഠിച്ചു എന്നുള്ളത്. ഈ ഒരു റീഡിങ് സംഗതികൾ പേപ്പർ 1 ഉണ്ടായിരുന്നോ? എന്താണ് അവസ്ഥ? അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളത് എനിക്ക് തോന്നുന്നത്, ഒന്നാമത് എനിക്ക് അറബി എൻ്റെ ഫീൽഡാണ്, എനിക്കിഷ്ടമുള്ള വിഷയമായിരുന്നു, ഞാൻ പഠിച്ചതൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് ടച്ച് ഉണ്ടായിരുന്നത് അറബിയായിട്ടായിരുന്നില്ല. ഞാനൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പേപ്പർ 2 ആണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത്. പേപ്പർ 1 എൻ്റെ ഞാൻ വേറെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ചില വേറെ എക്സാംസിന് വേണ്ടിയിട്ട് SSC PSC പോലുള്ള എക്സാംസിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ മുമ്പ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കൂടുതൽ ഇവിടെ ബെനിഫിറ്റ്. ഞാൻ പേപ്പർ 1 കൂടുതൽ അങ്ങനെ പിന്നെ ഫോക്കസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഏകദേശം ഒരു നെറ്റിൻ്റെ ലെവലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കുറേയും കൂടെ ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ടുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ മാത്സ് റീസണിങ് പോലത്തതൊക്കെ ഒരുവിധം എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്മേൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടൊന്നും ഞാൻ കാരണം എൻ്റെ മുന്നിൽ കുറച്ച് ടൈമേ ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അറിയാവുന്നതാണ്, ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു. ഈ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, അതേപോലെ തന്നെ പാസേജ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ്, അതൊക്കെ ഞാൻ കാര്യമായിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ട്. ഉറപ്പായിട്ടും A4 മെറ്റീരിയൽസ് 2 പേപ്പർ 1 പേപ്പർ 2 നന്നായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഫോക്കസ് കൂടുതലും അറബിയിൽ തന്നെ ആയിരുന്നു. ഈ ഒരു സംഗതി എനിക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പേപ്പർ 1 എനിക്ക് അങ്ങനെ ഒരുപാട് സമയം യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ ഇപ്പം റാഫി സാറിനോട് സംസാരിച്ച സമയത്ത് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങൾ തന്നെ പറഞ്ഞൊരു കാര്യം ഐഫറിന്റെ മെറ്റീരിയൽസ് മാത്രമായിരുന്നു റെഫർ ചെയ്തേന്നുള്ളത്. അതും ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ അത്രയും സിലബസ് കവർ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് എപ്പോഴെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ, അതുമല്ല നിങ്ങൾ ഒരു ഇയർ ഗ്യാപ്പും ഉണ്ടല്ലോ PG കഴിഞ്ഞിട്ട്.
അപ്പം അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. പിന്നെ ഞാനും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ എല്ലാ ആക്ടിവിറ്റി ഗ്രൂപ്പിലും ഉണ്ട്, എല്ലാ സബ്ജക്ട്സിൻ്റെ ആക്ടിവിറ്റി ഗ്രൂപ്പിലും ഉണ്ട്. അപ്പം അറബിക്കിൻ്റെ ആക്ടിവിറ്റി ഗ്രൂപ്പ് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു അത്ഭുതമാണ്, എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് 24 മണിക്കൂർ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതെന്നുള്ളത്. അതായത് ആ ഒരു റീഡിങ്ങിൻ്റെ ഒക്കെ ഒരു ത്വര കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. അത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ശരിക്കും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, ലൈക്ക് ഇതൊരു രസമാണല്ലോ എന്നുള്ളൊരു രീതിയിലെ. അതായത് നിങ്ങൾ വായിക്കുന്നത് ബാക്കിയുള്ളവർ കേട്ടിരിക്കുക എന്നുള്ളതായിരുന്നോ, അതോ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നോ? എൻ്റെ ഇതിൽ കൂടുതലും ബാക്കിയുള്ള ആൾക്കാർ കേട്ടിരിക്കാണ് ഉണ്ടായിരുന്നത്. പിന്നെ ആരെങ്കിലും വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ വായിക്കും. ജസ്റ്റ് അറബി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവർക്കും ഒരേപോലെ ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ മീനിങ് കൂടെ ഒന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് പോകും. 2 പ്രാവശ്യം നമ്മളത് ഒരു സാധനം ഒരു അറബി വായിക്കുന്നു, മലയാളം പറയുന്നു. അപ്പോൾ അതിങ്ങനെ റിവിഷൻ ഇങ്ങനെ കൂടുതൽ. പിന്നെ ഓൾറെഡി നമ്മൾ പഠിച്ച സാധനങ്ങളാണ്. ഇപ്പം വീഡിയോ ക്ലാസ്സിൽ എവിടെയോ കേട്ടു, ടെസ്റ്റിൽ എവിടെയോ കണ്ടു, അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ മെറ്റീരിയൽസിൽ കാണുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, ഈ ടെസ്റ്റ് ചെയ്യുമ്പം ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നന്നായിട്ട് ടെസ്റ്റുകൾ വർക്കൗട്ട് ചെയ്യണം. അതിൽ ഞാൻ ഐഫറിൻ്റെ ഒരു പ്രത്യേകത, എനിക്ക് ഇപ്പം ഞാൻ മുമ്പ് നെറ്റ് കോച്ചിങ് എടുത്ത സമയത്ത് മുമ്പ് ഞാൻ നെറ്റ് ക്ലിയർ ചെയ്ത സമയത്ത് വേറെ കോച്ചിങ് സെൻറ്ററിൽ അല്ലെങ്കിൽ വേറെ ഒരു മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും നല്ല ക്വാളിറ്റി ക്ലാസ്സുകളൊക്കെ തന്നെയാണ് കിട്ടിയത്. പക്ഷേ അതും ഐഫറും തമ്മിൽ വന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡാണ്. നമുക്കിങ്ങനെ ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം വീഡിയോ കേട്ടിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ തീരെ ക്ലാസ്സുകളൊന്നും കേൾക്കാതെ ടെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഒന്നും പെട്ടെന്ന് അങ്ങനെ ദഹിക്കൂല. പക്ഷെ അതിൽ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയാൽ പിന്നെ പോയി. അപ്പം അതേസമയം ഒരു പ്രാവശ്യം കേട്ടു, ടെസ്റ്റ് ചെയ്തു, ഒന്നും കിട്ടിയില്ല, വീണ്ടും വീഡിയോ കേൾക്കുക, ടെസ്റ്റ് ചെയ്യുക, കിട്ടും, എന്നിട്ടും കിട്ടിയില്ല, പേപ്പർ നമ്മുടെ മെറ്റീരിയൽസ് റീഡ് ചെയ്യുക, വീണ്ടും ചെയ്യുക, ഉറപ്പായിട്ടും 3ാമത്തെ ട്രയൽ നമുക്കത് കിട്ടും. കാരണം നമ്മൾ 3 പ്രാവശ്യം കടന്നു പോയൊരു സാധനമാണ്. അപ്പം ആക്റ്റീവായിട്ട് നിൽക്കാൻ ഓരോരുത്തർക്കും അവരുടേതായ കാരണങ്ങളും അവരുടേതായ മോട്ടിവേഷൻസ് ഉണ്ടാകുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, ഇപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് അതേപോലെയൊക്കെ ചെയ്ത് നോക്കണം എന്നൊരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോരുത്തർക്ക് അവരുടേതായ സിറ്റുവേഷൻസ് ഉണ്ട്, ഓരോരുത്തർക്ക് അവരുടേതായ മോട്ടിവേഷൻസ് ഉണ്ട്, അവരുടേതായ ഒരു പിന്നെ പേഴ്സണൽ ചോയ്സുകളും പേഴ്സണൽ ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മുടേത് എന്താണ്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് അതുമ്മ നമ്മൾ വീണ്ടും വർക്ക് ചെയ്യുക എന്നുള്ളത്, അങ്ങനെ നമുക്കതിൽ ആക്റ്റീവ് ആവാൻ കഴിയുള്ളൂ. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്വന്തം നമ്മുടേതായ ഒരു മോട്ടിവേഷനിൽ എല്ലാവരും എന്താ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഒരിക്കലും ടെൻഷൻ അടിച്ചിട്ടില്ല. നമ്മളിപ്പോൾ എനിക്ക് 30 ദിവസമുള്ളൂ, ഐഫറിൽ 6 മാസമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതിലൊന്നും ഞാൻ ഒട്ടും ടെൻസ്ഡ് ആയിരുന്നില്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ വർക്ക് ചെയ്യുമ്പം, ഞാൻ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പം, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പം എനിക്കൊരു 30% സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ഞാൻ ഒരു തവണ ഏകദേശം സിലബസൊക്കെ കവർ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 50% 60%ലേക്ക് എത്തി. അപ്പോൾ ഒരു 100 കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് ആണെങ്കിൽ അതിൽ എൻ്റെ റാങ്ക് 50th ഒക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഈ ഒരു ലെവലിൽ ഞാൻ എക്സാമിന് പോയാൽ എന്തായാലും എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി വർക്ക് ചെയ്യും. അങ്ങനെ ആ ഒരു സംഗതി തന്നെ ഈ ലീഡർ ബോർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളോട് തന്നെ ആയിരുന്നു കോമ്പറ്റീഷൻ എന്നുള്ളതാണ് ഒരു പക്ഷേ ലൈക്ക് ഈ ഒരു സാധനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുമ്പോൾ ഒരു ബാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവർ ചിലപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു മുന്നത്തെ JRF ഹോൾഡർ ഷവീലും ഒക്കെ പറഞ്ഞ കാര്യം ഇതായിരുന്നു. അതായത് ആള് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ആളോട് തന്നെ ആയിരുന്നു. ലൈക്ക് ഞാൻ ഇന്ന് ഈ റാങ്കിലാണെങ്കിൽ നാളെ ഞാൻ ഏതിലെത്തണം എന്നുള്ളൊരു ടാർഗറ്റായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നേ എന്നുള്ളൊരു സംഗതി. ഓക്കെ, പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അറബിക്കിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എക്സാം ടിപ്സ് ആണല്ലേ റാഫി സാറിന്റെ. അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം സാറ് ലാസ്റ്റ് ടൈമിലാണ് ജോയിൻ ചെയ്തത്. പക്ഷേ മെറ്റീരിയൽസ് ഒക്കെ കവർ ചെയ്ത് പിന്നെ അങ്ങനെ വന്നിട്ട് അവസാന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഇപ്പം കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇയേഴ്സ് പഠിക്കുക, ഓതേഴ്സിനെ പഠിക്കുക, അങ്ങനെയുള്ള ഓരോരുത്തരുടെയും വർക്കുകൾ, ലിറ്റററി വർക്കുകൾ എന്തൊക്കെയാണ് ഒരുപാട് കൺഫ്യൂഷൻസ് ഗ്രൂപ്പുകളിൽ കാണാറുണ്ട്. ലൈക്ക് ഇത് അവിടെ അതാണല്ലോ, ഇവിടെ ഇതാണല്ലോ എന്ന് പറഞ്ഞത്. അത് നമുക്ക് എത്ര പഠിച്ചാലും എക്സാം ഹാളിൽ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ നല്ല സ്കോപ്പുള്ള സാധനങ്ങളാണ്. പക്ഷേ സാറിൻ്റെ ആ എക്സാം ടിപ്സിലുള്ള ക്ലാസ്സുകൾ കേട്ടിട്ട് നമ്മൾ പിന്നെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇത് ഇങ്ങനെയാണല്ലോ എന്നുള്ള ആ കണക്ഷൻ പെട്ടെന്ന് കിട്ടും. അപ്പോൾ പിന്നെ അതൊരു പ്രശ്നമില്ലാതായി ആ ഒരു എനിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതിൽ ഞാനൊരു കാര്യം ആഡ് ചെയ്യുന്നത്, ഐഫറിൻ്റെ മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞപ്പം മാം പറഞ്ഞു നമ്മൾ പറയാത്ത കാര്യങ്ങളും
അത് ഒബ്വിയസ്ലി ഇപ്പോൾ ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിന്റെ ക്വസ്റ്റ്യൻ മെറ്റീരിയൽസ് നിന്ന് മാത്രമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഈ എക്സാമിനും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രിപ്പറേഷനിൽ എവിടെയും കാണാത്ത വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ഫാക്റ്റ് ഉള്ളത്, ആ ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യമില്ലായിരുന്നു. ആ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് JRF എത്താൻ പറ്റുന്ന സ്കോർ എയ്ഫറിൻ്റെ മെറ്റീരിയൽ നമുക്ക് കിട്ടും. 100% ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താലേ JRF കിട്ടുള്ളൂ എന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ ഉണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എക്സ്ട്രാ റീഡിങ് നടത്തിയാൽ സ്വാഭാവികമായിട്ട് അങ്ങനെ വായിക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ആ ക്വസ്റ്റ്യൻസും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും. അവർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതില്ലാതെ തന്നെ നമുക്കിത് ക്രാക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. യെസ്, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം വിന്നേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ദെൻ എന്തായാലും PhD തന്നെ ആയിരിക്കുമല്ലോ അല്ലേയും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 1 month ആണെങ്കിലും നമ്മളുടെ ഒരു എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഹാർഡ് വർക്ക് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അവിടെ നമ്മൾ കംപ്ലീറ്റ് എഫേർട്ട് ഇട്ടു, കൂടുതൽ സ്മാർട്ട് വർക്കും ചെയ്തു. അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം, ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ദെൻ ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എസ്പെഷ്യലി അറബിക്കിൻ്റെ കൂട്ട് ഒരുപാട് ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് നമുക്ക് അത്രയും യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? ലൈക്ക് ഇനിയിപ്പോൾ ജൂണിലേക്ക് JRF ഫോക്കസ് ചെയ്യുന്ന അറബിക്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൂടെ തന്നെ ഒരുപാട് പേരുണ്ട്. ലൈക്ക് അത്രയും എഫേർട്ട് ഇട്ടിട്ട് നെറ്റിലേക്ക് എത്തി JRF എത്തിയില്ല. ഈ പറഞ്ഞതുപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്, ഓരോ ആളും ഇടുന്ന എഫേർട്സ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ കൂടുതൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സജഷനോ ടിപ്പോ എന്തെങ്കിലും? എന്നോട് ഒരാൾ റിസൾട്ട് വന്ന ഉടനെ ഒരാൾ ചോദിച്ചു, ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒറ്റ വരിയിൽ ആൻസർ പറഞ്ഞത് എയ്ഫറിൽ ജോയിൻ ചെയ്യുമെന്നാണ്. അത് സത്യമാണ്. എൻ്റെ ഫോണിൽ ആ വോയിസ് ഇപ്പോഴും ഉണ്ട്. കാരണം പിന്നെ നമുക്ക് 2 കാര്യങ്ങളുണ്ടായാൽ JRF ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ഫൗണ്ടേഷൻ ഉണ്ടാവണം. അത് എന്നെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത്, കാരണം ഞാൻ 5-8 വർഷം ഈ അറബിക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിഗ്രിയൊക്കെ ഇംഗ്ലീഷിലൊക്കെ ആയിരുന്നെങ്കിലും അറബി എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു. സ്കൂൾ ലെവലിൽ തന്നെ നമ്മളെ പഠിപ്പിച്ച ആൾക്കാർക്ക് അറബിയോടൊരു ഇഷ്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അതിലൊരു ഫൗണ്ടേഷൻ ലെവലിൽ നന്നായിട്ട് ഓൾറെഡി ആ ഒരു ബേസ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഈ 30 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെൻ്റെ അവിടെയൊക്കെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു മെൻറ്ററായിട്ടുള്ള എൻ്റെ ബുജൈർ വാഫി എന്ന് പറയുന്ന എൻ്റെ ഒരു ഉസ്താദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ടും അവരുടെയൊക്കെ ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അവരുടെ എഫേർട്സ് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അത് നമുക്കുണ്ടെങ്കിൽ, ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ, പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് എയ്ഫറിൻ്റെ വീഡിയോകൾ, എയ്ഫറിൻ്റെ മെറ്റീരിയൽസ്, ടെസ്റ്റിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സാധനം. ആ ടെസ്റ്റുകൾ, അതിൻ്റെ ലീഡർ ബോർഡ്, അത് യൂണിറ്റ് വൈസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്, പിന്നെ ഓരോ ഇയർ വൈസ് ആയിട്ട് നമ്മൾ ഓരോ ഇയറിൽ അല്ലെങ്കിൽ ഓരോ സൈക്കിളിലും ചോദിച്ചിട്ടുള്ളത് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട്, യൂണിറ്റുകൾ മിക്സ് ചെയ്തിട്ട്, ഡെയിലി ടെസ്റ്റൊക്കെ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ഒരു ഡെയിലി ടെസ്റ്റും ഞാൻ മിസ് ചെയ്തിട്ടില്ല. അത് എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തിയിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രം പറയുന്നതൊന്നുമല്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ പറയുന്നതാണ്. നമുക്ക് നല്ലൊരു കോച്ചിങ് കിട്ടിയാൽ ഉറപ്പായിട്ടും നമുക്ക് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ബേസിക്കലി നമ്മൾ സിലബസ് കവർ ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് മുമ്പൊക്കെ എന്നോട് പലരും പറഞ്ഞ് എന്നെ പേടിപ്പിച്ചൊരു സംഭവമുണ്ട്. നെറ്റിനൊക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെയാണ് ചോദിക്കുക, വളരെ നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല എന്നൊക്കെ എല്ലാവർക്കും ഈ ഒരു ധാരണയുണ്ട്. ലൈക്ക് ഓൾ ഇന്ത്യ ലെവൽ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഗ്യാപ്പ് ഇടാൻ പോലും കാരണം ആ ഒരു പേടിപ്പിക്കലായിരുന്നു. അതായത് നമ്മൾ ഈ MA പഠിച്ചിട്ട് നമ്മൾ നെറ്റ് എടുക്കാനും മെനക്കെടാതിരുന്നത്, അല്ലെങ്കിൽ എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞ ബുജൂർ ഉസ്താദൊക്കെ എന്നോട് എപ്പോഴും പറയും, നീ JRF ട്രൈ ചെയ്യണം, എനിക്കത് കിട്ടും, എനിക്കത് പറ്റും, ഇങ്ങനെ നിരന്തരം പറയുമായിരുന്നു. പക്ഷേ പേഴ്സണലി എനിക്കത് വിശ്വാസം ഉണ്ടായിരുന്നില്ല, എനിക്കത് കിട്ടും. കാരണം എത്ര പഠിച്ചിട്ട് എന്താ വേണ്ടത്, ഇതിലൊന്നും അല്ല ഇതിലൊരു ചോദ്യം വരുന്നതെന്നുള്ളൊരു ധാരണയാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ സത്യത്തിൽ ഇതിനൊരു കൃത്യമായൊരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിൻ്റെ ഉള്ളിലേ ചോദ്യം വരുള്ളൂ എന്നുള്ളത് റാഫി സാറിൻ്റെ ക്ലാസ്സുകളിൽ നിന്നും, പ്രത്യേകിച്ച് അനീസ് സാറിൻ്റെ ക്ലാസ്സുകളിൽ നിന്നും, അതേപോലെ തന്നെ നമ്മുടെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നോക്കുമ്പോൾ അതിന് ശേഷമാണ് ഇതിനൊക്കെ കുറച്ചും കൂടി അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ പേടിപ്പിച്ചതുപോലുള്ളൊരു സംഭവമൊന്നും അല്ല എന്നുള്ളത്. അതുകൊണ്ട് പ്രിപ്പയർ ആകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ പല മുൻധാരണകളും പലരും, ശരിക്കും നമ്മൾ ഒരു സാധനം നമ്മളെ പേടിപ്പിക്കുന്നവർ പലപ്പോഴും ഇതൊന്നും ക്രാക്ക് ചെയ്ത ആൾക്കാരായിരിക്കും. അവരിത് ഇങ്ങനെ വേറെ ആരോ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് കിട്ടിയ ആൾക്കാരോട് ചോദിക്കുക എന്താണ് അനുഭവം, അവർ പറയും ഇത് എത്രമാത്രം ഭയങ്കര ഈസിയാണ്, സിമ്പിളായിട്ട് കിട്ടുന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. നല്ല എഫേർട്ട് ഞാനും എടുത്തിട്ടുണ്ട്, എല്ലാവരും എടുത്തിട്ടുണ്ട്. എഫേർട്ട് എടുത്തിട്ട് തന്നെ അത് കിട്ടുള്ളൂ. പക്ഷേ മുൻധാരണകൾ മാറ്റുക, എന്നിട്ട്
നമ്മൾ സിലബസ് കവർ ചെയ്യുക. സിലബസിൽ മാക്സിമം അവർ തന്നിട്ടുള്ള പിന്നെ സോഴ്സുകളും കാര്യങ്ങളൊക്കെ മാക്സിമം വായിച്ച്, ഞാൻ ഐഫറിൻ്റെത് മാത്രമേ വായിച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വായിക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. പറ്റുമെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് വായിക്കുന്നത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ പ്രിപ്പറേഷൻ സിസ്റ്റമാറ്റിക് ആക്കുക. വേറെ ഇപ്പം അതിൽ വേറെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഓരോ ആൾക്കും ഓരോന്നായിരിക്കും പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാവാം. ചിലപ്പോൾ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതി സംതിങ് ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതേ ഐഫറിൽ ഇതേ ടേമിൽ തന്നെ 6 മാസം കംപ്ലീറ്റ് ഇരുന്ന് പഠിച്ചിട്ട്, ഇപ്പം എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന സ്റ്റുഡൻസ് ജോലി പോലും ഉപേക്ഷിച്ച് പഠിച്ച രീതിയിലുണ്ട്. എന്നാൽ മദേഴ്സായിട്ട് വർക്കിംഗ് ആയിട്ട് അങ്ങനെ ക്രാക്ക് ചെയ്തവരും ഉണ്ട്. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളിപ്പോൾ ഉസ്താദിനെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കേണ്ട വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ? ഒരുപാട് പേരുണ്ടാവും സ്വാഭാവികമായിട്ടും. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. പിന്നെ ഒന്നാമത് എൻ്റെ വീട്ടിൽ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പേഴ്സണൽ മോട്ടിവേഷൻസ് നമ്മൾ കണ്ടെത്തണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ വീട്ടിലുള്ള ആൾക്കാർ, വീട്ടിലുള്ള ഓരോ സാഹചര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ഐഫറിലെ ടീച്ചേഴ്സ് ഏതായാലും ഉണ്ട്. ഞാൻ ഈ പ്രീമിയം മാരത്തോണും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ പുറമെ ഞാൻ യൂട്യൂബിലെ മാരത്തോണും പലപ്പോഴും കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, പേപ്പർ 1 ഞാൻ അങ്ങനെ കൂടുതലായിട്ട്, പേപ്പർ 2 കവർ ചെയ്ത അത്ര കണ്ടൻസ് എനിക്ക് പേപ്പർ 1 കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചില സമയത്ത് അനീസ് സാറിൻ്റെ പ്രീമിയം മാരത്തോൺ കേൾക്കുമ്പോൾ എനിക്ക് സാർ എന്താ പറഞ്ഞതെന്ന് ക്ലിയർ ആവില്ല. കാരണം അത് ഓൾറെഡി അറിയുന്ന ഒരാൾക്കാണ് അത് കേട്ടാൽ മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ വേഗം യൂട്യൂബിലെ മാരത്തോണിലേക്ക് പോകും. അവിടെ ആ വിഷയം പറയുന്ന ഭാഗം എടുത്തിട്ട് അതെന്ത് സംഭവം, കാരണം അവിടെ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് എന്നാൽ ഒന്നും അറിയാത്ത ആൾക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മിസ്സിനൊക്കെ ഞാൻ അവിടെയാണ് കണ്ടിട്ടുള്ളത് പലപ്പോഴും. അപ്പോൾ അതിൽ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടേതായ രീതി, നമ്മളെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ളത് എനിക്ക് പിന്നെ ഒരുപാട് പേരുണ്ട്. എൻ്റെ വീട്ടിലുള്ള ആൾക്കാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഇവിടെയുള്ള സ്റ്റാഫ്, ഐഫറിലെ ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന നേരത്തെ പറഞ്ഞതുപോലെ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു പേഴ്സണൽ ട്യൂഷനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ 1 മാസത്തേക്ക് ലീവ് എടുത്തിട്ടൊക്കെയാണ് ഇത് ചെയ്തത്, പ്രിപ്പറേഷൻ ചെയ്തത്. നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ട്. എല്ലാവരോടും പിന്നെ എല്ലാത്തിനും അപ്പുറത്ത് ഞാൻ വിശ്വാസിയാണ്. എല്ലാ 5 നേരം നിസ്കരിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പഠിച്ചവനോട് പറയും, എനിക്ക് ഇതിൽ നന്മയുണ്ടെങ്കിൽ ഇതിൽ തന്നെ, ഈ ഒരു ശ്രമത്തിൽ തന്നെ എനിക്ക് JRF തരണേന്ന് പറയുന്നു. അത് നമ്മളൊരു മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, നമുക്ക് പ്രയറിലൂടെ കിട്ടുന്ന വേറൊരു സാധനമാണ്. നമ്മുടെ ആ ഗോളിനെ നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയും നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ അപ്പുറത്ത് പഠിച്ചവനോടും നന്ദി പറയുന്നു. അവസാനമായിട്ടൊരു കാര്യം കൂടെ, അതായത് ഞാനിപ്പോൾ എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതായത് ഐഫറിൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഹാപ്പി വേ ടു ലേൺ എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നിങ്ങളുടെ വാക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? എത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടോ. അതായത് ഒന്നാമത് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഓൾ ഇന്ത്യ ലെവലിലുള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാം. അതിൽ ഐഫറിൻ്റെ ആ ഒരു ത്രൂ ഔട്ട് ജേർണി നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ പോലും ആ ഒരു 1 മന്ത് അത് എത്രത്തോളം ഈസി ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ക്ലാസ്സുകളൊക്കെ ഭയങ്കര ആ ഒരു ഹാപ്പിനെസ് ഫീലോട് കൂടെ തന്നെയാണ്. നമ്മളൊരു എൻജോയ് ചെയ്തിട്ട് കേൾക്കാൻ പറ്റുന്ന ക്ലാസ്സുകളായിരുന്നു. ബോറിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകളില്ല. വളരെ ഹാപ്പി ആയിട്ട്, വളരെ എൻജോയ് ചെയ്തിട്ട് തന്നെ, അതായത് നമുക്ക് നമ്മുടെ മുന്നിലൊരു ഗോളുണ്ട്, നമ്മൾ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യത്തിന് പ്രിപ്പയർ ചെയ്യാണ്. പക്ഷെ ആ ഒരു സീരിയസ്നെസ്സോ ആ ഒരു സ്ട്രെസ്സോ ഇല്ലാതെ നമുക്ക് ക്ലാസ്സുകൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ലീഡർ ബോർഡും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താനും നമ്മളോട് തന്നെ മത്സരിക്കാനും, ഇനി ബാക്കിയുള്ള ആൾക്കാരോട് വേണമെങ്കിൽ അവരോട് മത്സരിക്കാനും ഒക്കെ നമ്മളെപ്പോഴും അതിനൊക്കെ ഉള്ളൊരു വഴി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു രസമായിട്ട് തന്നെയാണ് പഠനത്തെ എടുത്തിട്ടുള്ളത്. അതിൽ ഐഫറിൻ്റെ ഒരു സിസ്റ്റം, ടെക്നിക്കലായിട്ടുള്ള ഈ ഒരു സിസ്റ്റം തീർച്ചയായിട്ടും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. യെസ്, നമ്മൾ ആപ്പിൽ ഇപ്പോൾ കൺസിസ്റ്റൻസി, ഒരാൾ കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ളത് എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ലീഡർ ബോർഡ് നോക്കിയാൽ മനസ്സിലാവും ആൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിൽ ക്ലിയർ ആവും. പക്ഷേ അതിന് മുന്നത്തെ ക്യുമുലേറ്റീവ് സ്കോർസ് ഒക്കെ വരുമ്പോൾ അവിടെ ഉണ്ടാവുമെങ്കിൽ പോലും ഇപ്പം നമുക്ക് വീക്ക്ലി സ്കോർ കാണാൻ പറ്റും, ക്യുമുലേറ്റീവ് ആയിട്ടുള്ള സ്കോർ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ളത് എനിക്ക് ആപ്പ് നോക്കി പറയാൻ പറ്റും എന്നുള്ളൊരു സംഗതിയുണ്ട്. സോ ഇതിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ പലരും പല എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് പഠിക്കാതിരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ സമയം പഠിച്ചാൽ കിട്ടുമോയെന്ന് നമ്മൾ സെൽഫ് ഡൗട്ട് അടിക്കാറുണ്ട്. പക്ഷേ അഷ്റഫിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേഷൻ തന്നെ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ആൾക്ക്
ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലും ഇത് നേടണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ ഉള്ളത് കൊണ്ടാണ് ആൾക്കത് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം ആളെ കോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാഗ്രഹവും കൂടെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു സബ്ജക്റ്റിലുള്ള ഒരു ബേസും കൃത്യമായിട്ടുള്ള ഗൈഡൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഗതി തന്നെയാണ് JRF എന്ന് പറയുന്നത്. ഒരിക്കലും നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ മറ്റുള്ളവർ പറയുന്നത് പോലെ കിട്ടാത്തൊരു സംഗതിയല്ല. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കൺഗ്രാജുലേഷൻസ് എഗെയിൻ. ആഗ്രഹിച്ചതുപോലെ ഇനിയുള്ള ഉയരങ്ങളിലേക്കും നന്നായിട്ട് എത്താൻ പറ്റട്ടെ എന്ന് വിഷയമാണ്. താങ്ക് യു.